ഈശോയുടെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നാം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ബ്രദർ വിക്ടറിൻ്റെ ആധ്യാത്മിക പ്രബോധനങ്ങളെക്കുറിച്ചാണ്. ബ്രദർ വിക്ടർ ജീവിച്ചിരുന്ന സമയത്ത് അനേക ദൈവവചന പ്രഘോഷണങ്ങൾ, ഞായറാഴ്ച പ്രയറുകൾ, ധ്യാന പ്രസംഗങ്ങൾ, കൺവെൻഷനുകൾ, ഭവനങ്ങളിൽ പോയി അനേകർക്ക് ദൈവവചനങ്ങൾ നൽകുക, ബൈബിൾ ക്ലാസ്സുകൾ, ദൈവവചനങ്ങൾ പങ്കുവയ്ക്കുക, ഇവയെല്ലാം ചെയ്തിട്ടുണ്ട്. ഏകദേശം 55ഓളം ടോക്കുകൾ ബ്രദർ വിക്ടറിനെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദൈവം ബ്രദർ വിക്ടറിന് നൽകിയ കാര്യസമായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പരിശുദ്ധ കന്യാമറിയം ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിച്ചതുപോലെ, സംഗ്രഹിച്ചതുപോലെ ദൈവം ബ്രദറിന് ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള ഒരു കൃപ നൽകി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിശുദ്ധ അന്തോനീസിനെ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥനായിട്ട് തിരഞ്ഞെടുത്തത്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ, വിലകെട്ടത് പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവു പോലെയാകും എന്ന ആ വചനം അദ്ദേഹത്തിൽ പരിപൂർണമായി പ്രാവർത്തികമായി. വായി തുറന്നാൽ ദൈവവചനം മാത്രമേ പങ്കുവച്ചിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ദൈവം നൽകിയ മറ്റൊരു കൃപയായിരുന്നു ഡെലിവറൻസിൻ്റെ കൃപ, അഥവാ പൈശാചിക ശക്തികളുടെ മേലുള്ള അധികാരം. ഉയർത്തെഴുന്നേറ്റ് വന്ന ഈശോ ശിഷ്യന്മാർക്ക് നൽകിയ ദൗത്യങ്ങളായിരുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള തിരുവചനത്തിൽ പൈശാചിക ശക്തികളുടെ മേലുള്ള അധികാരം, സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കാനുള്ള ആ ദൗത്യം. മാർക്കോസ് 3-13-14 തിരുവചനത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചപ്പോഴും അവരെയും ദൈവം തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനുമായി അവൻ അവരെ നിയോഗിച്ച് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ദൈവമായ കർത്താവ് ഓരോരുത്തർക്കും ഓരോ കൃപയാണ് നൽകുന്നത്. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കൊണ്ട് ലോകത്തിലുള്ള സകലവരും നിന്നെ ഭയപ്പെടുവാൻ ഇടയാക്കും എന്ന ആ വചനം അദ്ദേഹത്തിൽ പരിപൂർണമായി നിവൃത്തിയായി. നിയമാവർത്തനം 28-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കാണുമ്പോഴേ പൈശാചിക ശക്തികൾ അലറി വിളിച്ചുകൊണ്ട് വിട്ടുപോയിരുന്നത്. ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവം അദ്ദേഹത്തിന് പ്രദാനം ചെയ്തു. അദ്ദേഹം കർത്താവിനെ കണ്ടുമുട്ടിയ ശേഷം നമുക്കറിയാം, ഒരു വാർഷിക ധ്യാനത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഒരു ഗ്രോട്ടോയുടെ പുറകിൽ ഒളിച്ചിരുന്നപ്പോൾ ഉൽപ്പത്തി 1:2 പരിശുദ്ധാത്മാവിൻ്റെ തരംഗം അദ്ദേഹത്തെ വന്ന് സ്പർശിക്കുകയും ശക്തമായ മാനസാന്തരം 2 കൊരിന്തോസ് 7-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നത് പോലെ ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപം ലഭിച്ചുകൊണ്ട് അദ്ദേഹം കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതവും പരിപൂർണമായിട്ട് സമർപ്പിച്ചു. അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. 1 കൊരിന്തോസ് 2-ാം അധ്യായം 2-ാം തിരുവചനം, എനിക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല. ബ്രദർ വിക്ടറിൻ്റെ 25-ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ പള്ളിയിലെ വൈദികൻ ഹോമിലിയിൽ പങ്കുവയ്ക്കാനിടയായി. കേരളത്തിലെ അനേകർക്ക് ആധ്യാത്മിക പകർന്നു കൊടുത്ത ഒരു പവർ ഹൗസായിരുന്നു ബ്രദർ വിക്ടർ എന്ന്. അത് തന്നെയല്ലേ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്തി 1:11-12 തിരുവചനത്തിൽ പറയുന്നത്, സഹോദരനെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാൻ സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് എനിക്ക് ലഭിച്ചത്. ബ്രദറിൻ്റെ ആധ്യാത്മികത മറ്റാരിൽ നിന്ന് കടമെടുത്തതല്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ ഈശോ തന്നെ പഠിപ്പിച്ചു കൊടുത്തതാണ്. 1994 ആലപ്പുഴ രൂപതയിലെ കാറ്റാടിയിലെ ബൈബിൾ കൺവെൻഷനിൽ ബ്രദർ പങ്കെടുക്കാൻ ഇടയായി.
ആ ടോക്കിൽ 2 കാര്യങ്ങളെക്കുറിച്ച് ഊന്നിയാണ് ബ്രദർ പറയുന്നത്. ഒന്ന് ദൈവസ്തുതിപ്പിനെക്കുറിച്ചും ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും. നമുക്ക് ദൈവസ്തുതിപ്പിനെക്കുറിച്ച് ഒന്ന് ശ്രവിക്കാം. സ്തുതിക്കുമ്പോഴാണ് എല്ലാ അരൂപികളെയും എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി ലഭിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 37 മുതൽ 40 വരെയുള്ള തിരുവചനത്തിൽ ഫരിസേയർ ദൈവത്തെ സ്തുതിക്കുന്നത് തടഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, സ്തുതിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ ദൈവത്തെ സ്തുതിക്കുമെന്ന്. പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 9-10 തിരുവചനത്തിൽ സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല, അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നുമില്ല. പ്രഭാഷകൻ്റെ പുസ്തകം 43-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ ശക്തിയായി നാം കർത്താവിനെ സ്തുതിക്കണം, സർവശക്തിയോടും കൂടി നാം കർത്താവിനെ സ്തുതിക്കണം. ദൈവം സ്തുതിപ്പിൽ സംപ്രീതനാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനത്തിൽ പരിശുദ്ധൻ 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 എന്ന് സകലരും കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മൾ എല്ലാവരും ഏക മനസ്സോടെ കർത്താവിനെ സ്തുതിക്കണം. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 5-6 തിരുവചനത്തിൽ വലിയവരും ചെറിയവരും എല്ലാവരും ഒരുപോലെ ദൈവത്തെ സ്തുതിക്കണം. സ്തുതിപ്പിൽ കൂടിയാണ് ആത്മീയ ശക്തി വരുന്നതും ദൈവമായി ഐക്യപ്പെടുന്നതും. 1 കൊരിന്തോസ് 6-ാം അധ്യായം 17-ാം തിരുവചനം. സ്തുതിക്കുമ്പോഴാണ് പാപബന്ധനങ്ങൾ വിട്ടുപോകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ തിന്മ പ്രവർത്തിക്കുന്നവരാരും വെളിച്ചത്തിലേക്ക് വരുന്നില്ല, അവർ പ്രാർത്ഥനയ്ക്ക് വരികയുമില്ല, ദൈവത്തെ സ്തുതിക്കുകയുമില്ല. സകല ബന്ധനങ്ങളും വിട്ടുപോകുവാനായി എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ സ്തുതിപ്പിൽ കൂടിയാണ് നാം വീണ്ടും ശക്തി പ്രാപിക്കുന്നതും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതും. സ്തുതിച്ചില്ലെങ്കിൽ നാം വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോകുമെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പറയുന്നു. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് വിവേകരഹിതമായ അവരുടെ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോയി. പാപത്തിൻ്റെ ആ പിടിയിലേക്ക് ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും വീണുപോകും. അതുകൊണ്ട് സർവശക്തിയോടും കൂടി നാം കർത്താവിനെ സ്തുതിക്കണം. ജോബിൻ്റെ പുസ്തകം 11-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയുന്നു, ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കൈകളുയർത്തി പ്രാർത്ഥിച്ചിരുന്നുവെങ്കിലെന്ന്. നമ്മൾ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കൈകളുയർത്തി പ്രാർത്ഥിക്കണം. പ്രഭാഷകൻ്റെ പുസ്തകം 48-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ പറയുകയാണ്, അവർ കൈകളുയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരുടെ പ്രാർത്ഥന ശ്രവിച്ചുകൊണ്ട് യെശയ്യാ പ്രവാചകനെ അവരുടെ മധ്യത്തിലേക്ക് അയക്കുകയാണ്. ഇത് തന്നെയാണ് തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ തോബിത്ത് അന്ധനായി ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ സാറായും 7 വിവാഹം ചെയ്തിട്ടും പൈശാചശക്തിയാൽ പീഡിപ്പിക്കപ്പെടുമ്പോഴും അവൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിട്ട് ഒരു ദൈവദൂതനെ റഫായേൽ മാലാഖയെ അവർക്ക് വേണ്ടി അയക്കുകയാണ്. നാമും ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്. സങ്കീർത്തനം 95-ാം അധ്യായം 5-6 തിരുവചനത്തിൽ പറയാണ്, വരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം. നമുക്ക് നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവിടുത്തെ കുമ്പിട്ട് ആരാധിക്കണം. ഇത് തന്നെയാണ് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ദാനിയേൽ തൻ്റെ മുറിയിൽ പോയി ദിവസത്തിൽ 3 തവണ മുട്ടിന്മേൽ നിന്ന് അവിടുത്തെ 2 കരങ്ങളും ഉയർത്തി അവിടുത്തെ സ്തുതിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനത്തിലും 19-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനത്തിലും അബ്രഹാം തനിക്ക് എതിരെ വന്ന ആ 3 ആളുകളെ കണ്ടപ്പോൾ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പരിശുദ്ധ ത്രിത്വം അബ്രഹത്തെ സന്ദർശിക്കാൻ വന്നപ്പോൾ അബ്രഹാം നിലംപറ്റ കുമ്പിട്ട് ആരാധിക്കുകയാണ് ചെയ്തത്. അതുപോലെ നമ്മുടെ ദൈവമായ കർത്താവിനെ നാമും
നിരന്തരം സ്തുതിച്ച് അവിടുത്തെ നിലം പറ്റി കുമ്പിട്ട് ആരാധിക്കണം. നെഹെമ്യ പ്രവാചകൻ 9-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പറയാണ്, എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ദൈവമായ കർത്താവിനെ എന്നേക്കും സ്തുതിക്കുവിനെന്ന്. നമുക്ക് നമ്മുടെ ദൈവമായ കർത്താവിനെ സ്തുതിക്കണം. അതുതന്നെയാണ് 150-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. കൈത്താളമോടെയും കൈകൊട്ടിപ്പാടിയും വീണയും തന്ത്രീനാദങ്ങളും കൂടി കർത്താവിനെ സ്തുതിക്കുവിൻ. സർവ്വ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ എന്ന്. ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ്. അതാണ് 1 സാമുവേൽ 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനത്തിൽ ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു: എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ്സ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ അധരങ്ങൾ ശത്രുക്കളെ പരിഹസിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കീർത്തനങ്ങൾ പാടി അവിടുത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ശത്രുവായ പൈശാചശക്തികളെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുകയാണ്, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയാണ്. അപ്പം നമ്മുടെ ശത്രു ആരാണ്? പൈശാചശക്തികളാണ്. അപ്പം ദൈവത്തെ നാം സ്തുതിക്കുമ്പോൾ പൈശാചശക്തികൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കുകയില്ല. അവർക്കത് പരിഹാസമായിട്ടാണ് തോന്നുന്നത്. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയണം, കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കോപവും കലഹവും എന്നുവേണ്ട ഓരോരോ പാപങ്ങൾ നമ്മളെ സന്ദർശിക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിച്ചാൽ ആ പാപങ്ങളെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകും. 1 യോഹന്നാൻ 3-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള തിരുവചനത്തിൽ പറയണം, പാപം എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ പ്രവൃത്തിയാണ്. ഓരോ പാപം ചെയ്യുമ്പോഴും സാത്താന് നമ്മുടെ മേലുള്ള ആധിപത്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മളിൽ നിന്ന് അവൻ ഓടിയകലും. അതുകൊണ്ട് കീർത്തനങ്ങൾ പാടി നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വചനത്തിൽ മോശയും മോശയുടെ സഹോദരിയുമായ മിരിയാമും ഒന്നിച്ച്, ആ പ്രവാചകയാണ് അവരൊരുമിച്ച് ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ചെങ്കടൽ കടന്നപ്പോൾ അവർ പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. നിയമാവർത്തനം 32-ാം അധ്യായത്തിലും ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ ഡെബോറ എന്ന പ്രവാചകയും സിസേറയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് കീർത്തനം പാടി മഹത്വപ്പെടുത്തുകയാണ്. യൂദത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ യൂദത്തും തൻ്റെ എതിരാളിയെ തകർത്തുകൊണ്ട് നമ്മുടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കീർത്തനം പാടി അവിടുത്തെ ആരാധിക്കുകയാണ്. കാരണം ദൈവം സ്തുതിപ്പിൽ സംപ്രീതനാണ്. നാം ദൈവത്തെ സ്തുതിച്ചാൽ ദൈവം ഏറ്റവും സന്തോഷിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയിലും നന്ദി നാം പ്രകാശിപ്പിക്കുമ്പോഴുമാണ്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുവചനത്തിൽ 10 കുഷ്ഠരോഗികളെ കർത്താവ് സുഖപ്പെടുത്തിയപ്പോൾ അതിൽ വിജാതീയനായ ഒരുവൻ വന്ന് ദൈവത്തെ സ്തുതിച്ച് നന്ദി മഹത്വപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, മറ്റുള്ളവരെല്ലാവരും എവിടെയെന്ന്? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ദൈവം ഏറ്റവും സന്തോഷിക്കുന്നത് നാം അവിടുത്തെ സ്തുതിക്കുമ്പോഴാണ്, അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുമ്പോഴാണ്. അതാണ് സങ്കീർത്തനം 50-ാം അധ്യായം 14-ഉം 23-ഉം തിരുവചനത്തിൽ, കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന യഥാർത്ഥ ബലി. നാം അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ അവിടുന്ന് വളരെ സന്തോഷിക്കുന്നു. സങ്കീർത്തനം 30-ഉം 50-ഉം 93 മുതൽ 101 വരെയുള്ള സങ്കീർത്തനവും 138-ാം സങ്കീർത്തനവും 150-ാം സങ്കീർത്തനവും എല്ലാം ചൊല്ലി അവിടത്തേക്ക് നാം കൃതജ്ഞത അർപ്പിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും, നമ്മെ ദൈവം ശക്തിപ്പെടുത്തും, അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ നിറയ്ക്കും. നാം നമ്മിലേക്കൊന്ന് കടന്നു വരുമ്പോൾ മനുഷ്യരായ നമ്മൾ
മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കഴിയുമ്പോൾ അവർ തിരിച്ച് നമ്മളോട് നന്ദി പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ച് അന്ന് ചിന്തിക്കുക. നമ്മൾ പറയും ആ മനുഷ്യർ എത്രയോ നന്ദിയുള്ളവരാണെന്ന്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവും. അതുകൊണ്ട് നമുക്ക് സർവശക്തിയോടും കൂടി കർത്താവിനെ സ്തുതിക്കണം. ഇതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ സ്തോത്രഗീതം ആലപിച്ചുകൊണ്ട് യെശയ്യാ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലും ഹബക്കുക്ക് പ്രവാചകനും കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ സ്തുതി എന്ന് പറഞ്ഞാൽ പരാതിയുടെ നേരെ ഓപ്പോസിറ്റാണ് സ്തുതി. നമ്മൾ പരാതി പറയുന്ന സ്വഭാവം മാറ്റി നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായാൽ നമ്മുടെ ആത്മീയ ശക്തി വർദ്ധിക്കും. അതാണ് റോമാക്കാർക്കെതിരെ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനത്തിൽ, എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. നമ്മുടെ ജീവിതത്തിന് കഷ്ടത വരുമ്പോൾ അത് നമ്മൾ നന്ദിയോടെ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് സഹനശീലമായി മാറും. ഈ സഹനം വരുമ്പോൾ അവിടെയും നമ്മൾ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ആത്മീയ ശക്തിയായിട്ട് മാറും. അതുകൊണ്ട് സർവശക്തിയോടും കൂടി നാം കർത്താവിനെ സ്തുതിക്കണം. കീർത്തനങ്ങളെല്ലാം ആലപിച്ചുകൊണ്ട് നാം കർത്താവിനെ സ്തുതിക്കണം. ബ്രദർ വിക്ടർ പറയുമായിരുന്നു, നാം മലം പ്രദേശത്തേക്ക് വലിയ വലിയ മലകളിൽ ചെല്ലുമ്പോൾ 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ ചൊല്ലി 2 കരങ്ങളും ഉയർത്തി ആ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മെൽക്കിസദേക്കിൻ്റെ കൃപ നമുക്ക് ലഭിക്കുമെന്ന് ഇവിടെയെല്ലാം പറയുന്നത്. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സകല ജനതകളുടെ വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശത്തിന് മീതെ ഉയർന്നിരിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയുന്നുയർത്തുന്നു, അഗതിയെ ചാരക്കൂനിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അവരെ പ്രഭുക്കന്മാരോടൊപ്പം, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ എന്ന് ഈ സങ്കീർത്തനങ്ങൾ നമ്മൾ ആലപിച്ചാൽ നമ്മുടെ ആത്മീയ ശക്തി വർദ്ധിക്കും. ആരാണ് ഈ മെൽക്കിസദേക്ക്? ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വചനത്തിൽ അബ്രഹത്തെ അനുഗ്രഹിക്കുകയാണ്. ഹെബ്രായർ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അത്യുന്നത ദൈവത്തിൻ്റെ മഹാപുരോഹിതനാണ് മെൽക്കിസദേക്ക്. ഈ കൃപ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നാം ദൈവത്തെ സ്തുതിക്കണം. ആകാശത്തിലേക്ക് നോക്കി നാം കർത്താവിനെ സ്തുതിക്കണം. പ്രഭാഷകൻ്റെ പുസ്തകം 43-ാം അധ്യായം 1-ാം തിരുവചനത്തെ പറയുന്നുണ്ട്, തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനമാണ്. സ്വർഗം എത്ര മഹനീയമായ ദൃശ്യമാണെന്ന്. നമ്മൾ ആ തെളിഞ്ഞ ആകാശത്തിലേക്ക് നോക്കി ദൈവത്തെ സ്തുതിക്കുമ്പോഴും ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമ്മൾ ഓരോരുത്തരും പാത്രീഭൂതരായി മാറുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 41 മുതലുള്ള തിരുവചനത്തിൽ പറയാണ്, മഴയെ മഞ്ഞയെ കർത്താവിനെ സ്തുതിക്കുവിൻ, അഗ്നിയെ ചൂടെ കർത്താവിനെ സ്തുതിക്കുവിൻ, ഹേമന്തത്തിലെ ശൈത്യമേ ഉഷ്ണത്തിലെ തണുപ്പേ കർത്താവിനെ സ്തുതിക്കുവിൻ. സർവ്വ സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള തിരുവചനത്തിൽ, അവിടുന്ന് പ്രകാശം അയക്കുന്നു, അത് പോകുന്നു. അവിടുന്ന് വിളിച്ചു, സന്തോഷത്തോടെ അവ അനുസരിച്ചു. നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവിടുന്ന് അവയെ വിളിച്ചു, സന്തോഷപൂർവ്വം തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവ മിന്നിത്തിളങ്ങുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ ആരാധിക്കുകയാണ്. ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മക്കളായ നമ്മൾ ഓരോരുത്തരുമാണ് അവിടുത്തെ സ്തുതിക്കാത്തത്. നമ്മൾ ദൈവത്തെ സ്തുതിക്കാത്തത് കൊണ്ടാണ് ഈ പ്രപഞ്ച ശക്തികളെ ദൈവത്തെ സ്തുതിക്കുന്നത്. നാം കേട്ടു ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 37 മുതൽ 40 വരെയുള്ള തിരുവചനത്തിൽ, നാം ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ ഈ കല്ലുകളെ ദൈവത്തെ സ്തുതിക്കുമെന്ന്. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായത്തിൽ 28 മുതൽ 31 വരെയുള്ള തിരുവചനത്തിൽ, പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട്,
കോപാവേശത്താൽ അവ ആഞ്ഞടിക്കുന്നു. സംഹാരമൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചെരിഞ്ഞ് സൃഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കും. അഗ്നിയും കന്മയെയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയാണ്. ഇവിടെ പറയാണ്, പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട്. അവ കോപാവേശത്താൽ ആഞ്ഞടിച്ച് സംഹാരമൂർത്തത്തിൽ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ കോപം ശമിപ്പിക്കുന്നത് ഈ ദൈവത്തിൻ്റെ സൃഷ്ടികളിലൂടെയാണ്. കാരണം മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുന്നില്ല. മനുഷ്യൻ ഓരോ ദിവസവും പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് വീണു പോവുകയാണ് ചെയ്യുന്നത്. അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ. ഹിംസ്ര ജന്തുക്കളുടെ ദംഷ്ടങ്ങളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാളും അങ്ങനെ തന്നെ. അവിടുത്തെ കൽപ്പനയാൽ അവ ആഹ്ലാദം കൊള്ളുന്നു. കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുന്നില്ല. അപ്പം ദൈവത്തിൻ്റെ കൽപ്പനയാൽ ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം ആഹ്ലാദം കൊള്ളുകയാണ്. ഇവിടെ പറയാണ്, സമയമാകുമ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല എന്ന്. മനുഷ്യ മക്കളായ നമ്മളാണ് സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ ലംഘിച്ച് നമ്മുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടികളോട്, സർവ പ്രപഞ്ച സൃഷ്ടികളോടും ചേർന്ന്, അതാണ് നമ്മുടെ മാർപ്പാപ്പ ലൗദാത്തോ സി എന്ന ചാക്രിയ ലേഖനത്തിൽ ആ സർവ പ്രപഞ്ച സൃഷ്ടികളോടും ചേർന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെ പോലെ നമ്മുടെ സഹോദരിയായ ഭൂമിയെ ഏറ്റവും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. മനുഷ്യമക്കളായ നമ്മുടെ കടമയാണ് ഈ ഭൂമിയെ സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് ഏറ്റവും വിശുദ്ധമായിട്ട് കൈമാറുക എന്നുള്ളത്. കാരണം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് മനുഷ്യരായ നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ മേലുള്ള അധികാരം ദൈവം നമുക്ക് തരികയാണ്. അതാണ് സങ്കീർത്തനം 8:5 മുതൽ ഉള്ള തിരുവചനത്തിൽ, എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ അവന് ആധിപത്യം നൽകി എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കി. ഇവിടെ പറയുകയാണ്, അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ന്നവനായി സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ മഹത്വവും അവന് നൽകി സർവ്വ സൃഷ്ടിയുടെ മേലുള്ള അധികാരം മനുഷ്യന് നൽകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള തിരുവചനത്തിൽ ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോൾ അവന് എല്ലാത്തിൻ്റെ മേലുള്ള അധികാരം അവനായിരുന്നു. എന്നാൽ ഉത്ഭവഭാവം വന്നു കഴിഞ്ഞപ്പോൾ പ്രപഞ്ചം മുഴുവൻ താളം തെറ്റി മനുഷ്യൻ പ്രപഞ്ച ശക്തികൾക്ക് അടിമയായി മാറി. അനേക വിശുദ്ധരുടെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പ്രപഞ്ച ശക്തികൾ എല്ലാം ആ വിശുദ്ധരെ അനുസരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ആകാശഗോളങ്ങൾ, വലിയ കടൽ തിരമാലകൾ, വന്യമൃഗങ്ങൾ, പൈശാചി ശക്തികൾ, അനേക രോഗങ്ങൾ, പീഡകൾ, ഇവയെല്ലാം വിശുദ്ധർ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ നിൽക്കുന്നതായിട്ട്, അനുസരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ ആദിമ ചൈതന്യത്തിലേക്ക് മനുഷ്യൻ കടന്നു വന്നപ്പോഴാണ് അവർക്ക് പ്രപഞ്ച ശക്തികളുടെ മേലുള്ള അധികാരം ദൈവം നൽകിയത്. അതുകൊണ്ട് നമുക്കും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 5-6 തിരുവചനത്തിൽ സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരമാണ് ഹല്ലേലൂയ. പിന്നെ ഞാൻ ഒരു സ്വരം കേട്ടു, ഹല്ലേലൂയ, സർവശക്തനും നമ്മുടെ ദൈവമായ കർത്താവ് വാഴുന്നു. അപ്പം സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരമാണ് ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-22 തിരുവചനത്തിൽ സ്വർഗം നൽകിയ പേരാണ് യേശു എന്ന നാമം. അപ്പം ഈശോ എന്ന നാമവും ഹല്ലേലൂയ എന്ന സ്വർഗത്തിനുണ്ടായ ആ സ്വരവും ആവർത്തിച്ച് നാം ഏറ്റു പറയുന്നത് വഴി നാമും സ്വർഗീയ വിളിയിൽ പങ്കുകാരാകുകയും ദൈവിക സ്വഭാവത്തിൽ നാം എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കും സ്വർഗം നൽകിയ ആ പേരിനോടും സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരത്തോടും ചേർന്ന് അവ ഏറ്റു പറഞ്ഞുകൊണ്ട് ആ സർവ്വ സൃഷ്ടികളോടും ചേർന്ന് നമുക്കും ദൈവത്തെ സ്തുതിക്കാം.
ദൈവത്തിൻ്റെ സൃഷ്ടികളായ നാം ദൈവത്തെ സ്തുതിച്ച് കഴിയുമ്പോൾ അനേക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സർവ്വ പ്രപഞ്ച സൃഷ്ടികളോടും ചേർന്ന്, വിശുദ്ധ ഫ്രാൻസിസ് അസിസിയോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോടും ചേർന്ന് നമുക്കും ദൈവത്തെ സ്തുതിക്കാം. 150 സങ്കീർത്തനത്തിൽ സർവ്വ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ, പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ, ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ മഹിതാശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ, കാഹളനാദത്തോടുകൂടി അവിടുത്തെ സ്തുതിക്കുവിൻ, വീണയും കിന്നരവും മീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ, തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ, തന്ത്രികളും കുഴലും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ, കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ, ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. സർവ്വ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കുവിൻ. ഈ സ്തുതിക്കാനുള്ള അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.